നമസ്കാരം. ഇന്നത്തെ ഫുൾ മൂൺ മെഡിറ്റേഷനിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ, ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്കറിയാമല്ലോ, പൗർണമിയാണ്. ഈ പൗർണമി അല്ലെങ്കിൽ ഇന്നത്തെ ഫുൾ മൂണിന് ഒരു പ്രത്യേക പേരിലാണ് അറിയപ്പെടുന്നത്. സ്റ്റർജൻ മൂൺ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്റ്റർജൻ മൂൺ എന്തുകൊണ്ട് പേര് വീണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഗസ്റ്റ് മാസത്തിൽ വടക്കേ അമേരിക്കയിലെ വൻ തടാകങ്ങളിൽ സ്റ്റർജൻ എന്ന വലിയ ശുദ്ധമായ അല്ലെങ്കിൽ ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ധാരാളം മത്സ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത്, അതായത് ഈ ഓഗസ്റ്റ് സമയത്ത് ഇവയെ പെട്ടെന്ന് ഇവർക്ക് പിടിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് അവിടെ വടക്കേ അമേരിക്കയിലുള്ള ആൾക്കാർ ആ മൂണിന് സ്റ്റർജൻ മൂൺ എന്ന് പേര് വീണേ. അതുമാത്രമല്ല, ഇനി മറ്റു പല സ്ഥലങ്ങളിൽ മറ്റു പല പേരുകളാണ് അറിയപ്പെടുന്നത്. കോൺ മൂൺ, ഗ്രെയിൻ മൂൺ, ഫ്ലൈയിങ് അപ്പ് മൂൺ, ഇങ്ങനെ പലതരം പേരിൽ അറിയപ്പെടാറുണ്ട്. ഇനി ഈ ഫുൾ മൂൺ ഡേയുടെ യഥാർത്ഥ ഉദ്ദേശം എന്നത്, അല്ലെങ്കിൽ ഈ ഫുൾ മൂൺ മെഡിറ്റേഷൻ കൊണ്ട് നമ്മൾ എന്താണ് നേട്ടം കൊയ്യാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫുൾ മൂൺ ഡേയിൽ ഭൂതകാലത്തെ ഉപേക്ഷിക്കാനും വർത്തമാനകാലത്തെ സ്വീകരിക്കാനും നിങ്ങളുടെ സത്തയുമായി പൊരുത്തപ്പെടുവാനും ഒരു ഭാവി പ്രകടമാക്കാനുമായുള്ള അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്ഷണമാണ്. നിങ്ങളുമായി, നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി, നിങ്ങളുടെ ചുറ്റുപാടുമായുള്ള ആളുകളുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കാൻ അതിൻ്റെ ഊർജം പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. നമ്മുടെ ഫാമിലിയിലുള്ള പല വ്യക്തികളും പല രാജ്യത്തിൽ പല ടൈം സോൺ ആയതുകൊണ്ട് തന്നെ ഒരേ ടൈമിൽ ഒരേ സമയത്ത് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യപ്രദമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം. മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു, ഈ ഒരു ഫുൾ മൂൺ മെഡിറ്റേഷൻ്റെ ഊർജം വരുന്ന 3 ദിവസം ഉണ്ടാവും. അപ്പോൾ ഇന്ന് ചെയ്യുന്നു, നാളെ ചെയ്യുന്നു, മറ്റന്നാൾ ചെയ്യുന്നു, കണ്ടിന്യൂസ് 3 ദിവസം ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യപ്രദമായി ചെയ്യാൻ പറ്റുന്ന സമയം അപ്പോൾ ചെയ്യൂ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് തറയിലിരുന്നു കൊണ്ടോ, കട്ടിലിൽ കിടന്നുകൊണ്ടോ, കസേരയിലിരുന്നു കൊണ്ടോ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അത്രത്തോളം കംഫോർട്ടബിൾ ആയിട്ടാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്, അത്രത്തോളം സുഖമായി നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും. മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് ഏൽക്കുന്ന തരത്തിൽ ഇരിക്കാം. കഴിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ചന്ദ്രൻ്റെ പ്രകാശം നിങ്ങളുടെ ശരീരത്തിൽ ഏൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണ് കംഫർട്ടബിൾ ആയിട്ടിരിക്കാമെന്ന് അവിടെ ഇരുന്നോളൂ. മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് തയ്യാറെടുക്കാം. സുഖമായിരിക്കാം. കൈകൾ തുടമേൽ മലർത്തി വയ്ക്കുന്നു, കണ്ണുകൾ അടയ്ക്കുന്നു, നട്ടൽ നിവർന്നിരിക്കട്ടെ, കഴുത്തും തലയും നിവർന്നിരിക്കുന്നു. ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക്, പുറത്തേക്ക്, വീണ്ടും ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക്, പുറത്തേക്ക്. പൂർണ്ണമായ ശ്വാസം പുറത്തേക്ക് പോട്ടെ. ഒരിക്കൽ കൂടി ശ്വാസമുള്ളിലേക്ക് ദീർഘമായി, പുറത്തേക്ക്. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും ആ ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴും ശ്രദ്ധാപൂർവം. ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ ശ്വാസകോശത്തിൻ്റെ ഭാഗവും വയറിൻ്റെ ഭാഗവും വികസിക്കുന്നു. ആ ശ്വാസം തിരിച്ച് പുറത്തേക്ക് പോകുമ്പോൾ വയറിൻ്റെ ഭാഗവും നെഞ്ചിൻ്റെ ഭാഗവും ചുരുങ്ങുന്നു. ശ്രദ്ധയോടുകൂടി ഓരോ ശ്വാസം കഴിയും തോറും മനസ്സും ശരീരവും നല്ലതുപോലെ ശാന്തമാകുന്നു. ഇറ്റ്സ് ഗെറ്റിംഗ് റിലാക്സ്ഡ്. വീണ്ടും വീണ്ടും റിലാക്സ് ആകുന്നു. ഓരോ നിമിഷം കഴിയും തോറും മനസ്സും ശരീരവും ശാന്തമാകുന്നു. ഫീൽ റിലാക്സ്ഡ്. ജസ്റ്റ് ഫീൽ റിലാക്സ്ഡ്. ശാന്തമാവട്ടെ. വളരെ സാവധാനം ഇടത് കൈ പൊക്കലിന് താഴെയിട്ട് വയറിൻ്റെ ഭാഗത്ത് വയ്ക്കാം. അതിന് മുകളിൽ
വലത് കൈ വയ്ക്കാം. ആൻഡ് ഫീൽ സെൻസേഷൻ, ഫീൽ ദ വൈബ്രേഷൻ. നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ഊർജത്തെ നന്നായി മനസ്സിലാക്കാം, ഫീൽ ചെയ്യാം. എനർജി നന്നായിട്ട് ഫീൽ ചെയ്യാം. Just feel it. Know yourself. നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയാം. ചിന്തകളെ തടയേണ്ടതില്ല. ചിന്തകൾ വന്നു പൊക്കോട്ടെ. ഒരു ചിന്തയെയും തടയേണ്ടതില്ല. കൈകൾ റിലീസ് ചെയ്യാം. കൈകൾ തുടമേൽ മലർത്തി വയ്ക്കാം. വീണ്ടും ശ്വാസത്തിൽ ശ്രദ്ധിക്കാം. ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക്, പുറത്തേക്ക്. ഇപ്പോൾ ഇടത് കൈ ഹാർട്ട് ചക്രയുടെ ഭാഗത്ത് വയ്ക്കാം. നെഞ്ചിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വയ്ക്കാം. അതിന് മുകളിൽ വലത് കൈ വയ്ക്കാം. നോ യുവർ സെൽഫ്, ഫീൽ യുവർ സെൽഫ്. ഹാർട്ട് ചക്രയുടെ ഭാഗത്തേക്ക് കൈകൾ വയ്ക്കുമ്പോൾ സെൻസേഷൻ ഫീൽ ചെയ്യാം, എനർജി ഫീൽ ചെയ്യാം. നന്നായിട്ട് ഫീൽ ദ എനർജി ആൻഡ് ഫീൽ ദ സെൻസേഷൻ. Know yourself. Just let go your past. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് വേദനകൾ നൽകുന്ന, സങ്കടങ്ങൾ നൽകുന്ന, വിഷമങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ലെറ്റ് ഗോ ദം, വിട്ടുകൊടുക്കാം. അതൊന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല. എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ പാസ്റ്റ് കാര്യങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ ലൈഫിലേക്ക് സ്ട്രഗിൾ മാത്രമായിരിക്കും. സോ അത് നമുക്ക് വേണ്ട. ജസ്റ്റ് ലെറ്റ് ഗോ യുവർ പാസ്റ്റ് വിത്ത് ദ പ്രസൻസ് ഓഫ് ഗോഡ് ആൻഡ് മൂൺ എനർജിയാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ പാസ്റ്റ് ബാഡ് തിങ്സിനെ ജസ്റ്റ് ലെറ്റ് ഗോ ചെയ്ത് കളയാം, വിട്ടുകൊടുക്കാം. പൂർണ്ണമായും അത് വിട്ടുകൊടുക്കാം. ജസ്റ്റ് ലെറ്റ് ഗോ ദം. എത്രത്തോളം ഹേർട്ടായിട്ടുണ്ടോ, എത്രത്തോളം വേദനകൾ വന്നിട്ടുണ്ടോ, അതൊക്കെ പാസ്റ്റിൽ നടന്ന സംഭവങ്ങളാണ്. ബട്ട് യു ആർ ക്യാരിങ് പ്രസൻ്റ്ലി. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളത് ക്യാരി ചെയ്യുന്നുണ്ട്. നത്തിങ് മേക്സ് എനി ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ ഒന്നും തന്നെ പുതുതായിട്ട് സൃഷ്ടിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യാം. വിത്ത് ദ പ്രസൻസ് ഓഫ് ഗോഡ് എനർജി, മൂൺ എനർജി, ജസ്റ്റ് ഫീൽ ഇറ്റ്. വിട്ടുകൊടുക്കാം. എത്രത്തോളം നിങ്ങൾ വിട്ടുകൊടുക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ ക്ലെൻസിങ് സംഭവിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക്. ഓരോ നിമിഷവും പാസ്റ്റിനെ വിട്ടുകൊടുക്കുമ്പോഴും പ്രസൻറ്റ് മൊമെൻറ്റിനെ സ്വീകരിക്കാം. ഈ നിമിഷത്തെ സ്വീകരിക്കാം. വർത്തമാനകാലത്തെ സ്വീകരിക്കാം. ജസ്റ്റ് ലെറ്റ് ഗോ പാസ്റ്റ്. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വിട്ടുകൊടുക്കാം. കൈകൾ തുടമേൽ മലർത്തി വയ്ക്കാം. ഒരിക്കൽ കൂടി ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക് എടുക്കാം. പുറത്തേക്ക് പോട്ടെ ശ്വാസം. പാസ്റ്റിൻ്റെ മെമ്മറീസൊക്കെ, പാസ്റ്റിൻ്റെ ഭാരം ഇറക്കി വെച്ചതോടുകൂടി ആ മൂണിൽ നിന്നുള്ള എനർജി വളരെ ശക്തമായിട്ട് നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകട്ടെ. ആ പ്രകാശം നിങ്ങളുടെ തലയുടെ മുകളിലൂടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും ഒഴുകട്ടെ. ഫീൽ ഇറ്റ്. ആ മൂൺ എനർജി നിങ്ങളുടെ കൈപ്പത്തികളിലൂടെ ഉള്ളിലേക്ക് ഓരോ നാഡിഞരമ്പുകളിലേക്കും കോശങ്ങളിലേക്കും ടിഷ്യൂസിലേക്കും ഒഴുകട്ടെ. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ആ എനർജി വൈബ്രൻ്റ് ആവട്ടെ. കൈവിരലുകൾ, കയ്യിലെ ഓരോ ഞരമ്പുകളിലും
ശരീരത്തിൻ്റെ ഓരോ ഞരമ്പുകളിലും മൂൺ എനർജി ഒഴുകട്ടെ, പൂർണ്ണമായും ഒഴുകട്ടെ. ഇന്നത്തെ ഈ ഫുൾ മൂൺ ഡേയിൽ, ഫുൾ മൂൺ എനർജിയിൽ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും രോഗശാന്തി ലഭിക്കുന്നുണ്ട്. എവിടെയാണോ നിങ്ങളുടെ ശരീരത്തിലേക്ക് ആ ഒരു ഭാഗത്ത് ഹീലിംഗ് സംഭവിക്കേണ്ടത്, ആ ഭാഗത്തേക്ക് കൂടുതൽ എനർജി ഒഴുകട്ടെ, കൂടുതൽ എനർജി ഒഴുകട്ടെ, വളരെ പവർഫുള്ളായിട്ട് എനർജി ഒഴുകട്ടെ. ആ ഭാഗം ക്ലെൻസ് ആകുന്നതും ആ ഭാഗം പൂർണ്ണമായും ഹീലാകുന്നതായിട്ട് കാണാം, മനസ്സിലാക്കാം, ഫീൽ ചെയ്യാം. അത്രത്തോളം പവർഫുൾ എനർജിയാണ് മൂണിൽ നിന്നും നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒഴുകുന്നത്. ഫീൽ ഇറ്റ്. ഹീലിംഗ് യുവർ സെൽഫ്, ഹീലിംഗ് യുവർ സെൽഫ്, ഹീലിംഗ് യുവർ സെൽഫ്. ലെറ്റ് ഗോ ദ പാസ്റ്റ്, ഹീൽ യുവർ സെൽഫ്. മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ഹീൽ സംഭവിക്കുകയാണ്. അത് പൂർണ്ണമായും ഹീലിംഗ് സംഭവിക്കുകയാണ്. ജസ്റ്റ് ഫീൽ ദ മൊമെന്റ്. പാസ്റ്റിനെ പൂർണ്ണമായി വിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്, ആ ഫ്യൂച്ചർ ലൈഫ് ഈ നിമിഷം മനസ്സിലേക്ക് കൊണ്ടുവരാം. പാസ്റ്റിനെ പൂർണ്ണമായും വിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് മനസ്സിലാക്കാം. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ എങ്ങനെ ആകണമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കാം. മനസ്സിൽ ഏത് തരത്തിലുള്ള ലൈഫാണ് നിങ്ങൾ കാണുന്നത്, എങ്ങനെയുള്ള ജീവിതമാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്, എങ്ങനെയുള്ള ജീവിതമാണോ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്, ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിമിഷങ്ങൾ ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ ഓരോരുത്തരും വളരെ സന്തോഷത്തോടെ, സമാധാനത്തോടെ നിങ്ങളുടെ കുടുംബവുമായി സുഖമായി ജീവിക്കുന്നതും, ആവശ്യം ഉള്ള പണം നിങ്ങളുടെ കയ്യിലുണ്ടാകുന്നതും, നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട വാഹനം നിങ്ങളുടെ കയ്യിലുണ്ടാകുന്നതും, വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ പോകുന്ന കുടുംബം, നല്ലൊരു ജോലി, നല്ല ബിസിനസ്, ആ ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ്, എല്ലാം നിങ്ങൾക്ക് ഈ നിമിഷം ചിന്തിക്കാം, ഫീൽ ചെയ്യാം. എത്രത്തോളം നിങ്ങളത് ഫീൽ ചെയ്യുന്നുണ്ടോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിലേക്ക് അത് അട്രാക്റ്റ് ആവും. വെറുതെ അല്ല, ഇന്ന് അത്രമാത്രം പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ്. ആ മൂണിൻ്റെ ബ്ലസ്, മൂണിൻ്റെ എനർജി, നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി ഷിഫ്റ്റിംഗ് സംഭവിച്ച് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ലൈഫിലേക്കൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ഓരോ നിമിഷവും പൂർണ്ണ വിശ്വാസത്തോടെ, പൂർണ്ണ എനർജിയോടെ, എല്ലാ ഫീലിങ്സ് ഇമോഷൻസോടു കൂടി നന്നായി അത് ആസ്വദിക്കാം, ഫീൽ ചെയ്യാം. ഫീൽ ഇറ്റ്, ഫീൽ ദ എനർജി, ഫീൽ ദ വൈബ്രേഷൻ, ഫീൽ ദ ഹാപ്പിനെസ്. ആ ഹൃദയഭാഗത്തുള്ള ആ സന്തോഷം, സുഖം, കുളിർമ നന്നായിട്ട് ആസ്വദിക്കാം. നിങ്ങൾ ആഗ്രഹിച്ച അതിമനോഹരമായിട്ടുള്ള ജീവിതം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യുവർ ഭാവി, നിങ്ങളുടെ ഫ്യൂച്ചർ. ഇറ്റ്സ് അമേസിങ്, ഇറ്റ്സ് അമേസിങ്. ജസ്റ്റ് ബി ഹാപ്പി വിത്ത് ദ മൊമെൻറ്റ്, ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് മൊമെൻറ്റ്. താങ്ക് യു സോ മച്ച് ഗാഡ്, ആൻഡ് താങ്ക് യു സോ മച്ച് മോർ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സാധാരണ ശ്വാസമുള്ളിലേക്ക് പുറത്തേക്ക്, വീണ്ടും ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക് പുറത്തേക്ക്. ഈ നിമിഷം നിങ്ങളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ വിഷ് യൂണിവേഴ്സിലേക്കും മൂണിലേക്കും കൊടുക്കാൻ പറ്റിയ നിമിഷമാണ്. നന്നായി മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഓൾ ദ ഫീലിങ്സ്, ഇമോഷൻസും കൊടുത്തുകൊണ്ട് ആദ്യത്തെ ആഗ്രഹം നിങ്ങൾക്ക് ചോദിക്കാം. ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക് എടുക്കാം, പുറത്തേക്ക് പോട്ടെ. വീണ്ടും ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക്, പുറത്തേക്ക് പോട്ടെ. നിങ്ങളുടെ ആഗ്രഹം എന്താണോ
അതിപ്പോൾ ഈ നിമിഷം പൂർണ്ണമായും നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് എല്ലാ ഫീലിങ്സ് ഇമോഷൻസും കൊടുത്തുകൊണ്ട് അത് പൂർണ്ണമായും ആസ്വദിക്കാം, റിസീവ് ചെയ്യാം, പൂർണ്ണമായും അത് ആസ്വദിക്കാം. ഈ നിമിഷം നിങ്ങൾ ആ ഒരു ആഗ്രഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? എല്ലാ ഫീലിങ്സ് ഇമോഷൻസും കൊടുക്കാം, പൂർണ്ണമായും 100% ഡെഡിക്കേഷൻ കൊടുക്കാം. യെസ്, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. വിത്ത് ഗോഡ് പ്രസൻസ്, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജസ്റ്റ് ഫീൽ ഇറ്റ്, ഫീൽ ഇറ്റ്. Thank you God, and thank you so much for this golden opportunity. ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക് എടുക്കാം, പുറത്തേക്ക് പോട്ടെ. ഇപ്പോൾ രണ്ടാമത്തെ ആഗ്രഹം മനസ്സിലേക്ക് കൊണ്ടുവരാം, ഓൾ ദ ഫീലിങ്സും ഇമോഷൻസും കൊടുത്തുകൊണ്ട്. ആ രണ്ടാമത്തെ ആഗ്രഹം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നന്നായിട്ട് ഓൾ ദ ഫീലിങ്സ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് മനസ്സിൽ കാണാം. ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിത്ത് ദ ഗോഡ് പ്രസൻസ്, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ. ഇറ്റ്സ് ഹാപ്പനിങ് റൈറ്റ് നൗ, ഇറ്റ്സ് ഹാപ്പനിങ് റൈറ്റ് നൗ. ഇറ്റ്സ് അമേസിങ്. താങ്ക് യു ഗോഡ്, ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ ഒരു ആഗ്രഹം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക് എടുക്കാം, പുറത്തേക്ക് പോട്ടെ. ഈ നിമിഷം നിങ്ങളുടെ മൂന്നാമത്തെ അതിതീവ്രമായ ആഗ്രഹം മനസ്സിലേക്ക് കൊണ്ടുവരാം. ഓൾ ദ ഫീലിങ്സ് ഇമോഷൻസും കൊടുത്തുകൊണ്ട് ആ ഒരു സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് പൂർണ്ണമായും അത് മനസ്സിലാക്കാം, ചിന്തിക്കാം, ഫീൽ ചെയ്യാം. വിത്ത് ഗോഡ് പ്രസൻസ്, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ, ദൈവത്തിൻ്റെ പ്രസൻസിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ അതിതീവ്രമായ ആഗ്രഹം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ഫീലിങ്സും ഇമോഷൻസും കൊടുത്തുകൊണ്ട് നന്നായി അത് കാണാം, അത് മനസ്സിൽ ചിത്രീകരിക്കാം. അമേസിങ്. താങ്ക് യു സോ മച്ച് ഗോഡ്, ആൻഡ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഫോർ ദ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ്. Thank you, thank you, thank you. Just feel it, feel the moment, feel it. HD clarity il adu kaanam. Your wish nadannu kazhinju already. Super. Thank you so much God, and thank you so much universe. സാധാരണ ശ്വാസമുള്ളിലേക്ക്, പുറത്തേക്ക്. വീണ്ടും ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക്, പുറത്തേക്ക്. Feel the moment. Just relax. Feel the happiness and be grateful.
സാധാരണ ശ്വാസമുള്ളിലേക്ക് പുറത്തേക്ക് സ്വന്തം ശരീരത്തെ തിരിച്ചറിയാം. ചുറ്റുമുള്ള സൗണ്ടുകളെ തിരിച്ചറിയാം. വളരെ സന്തോഷത്തോടെ, അനുഗ്രഹത്തോടെ മൂൺ പ്ലസ് വാങ്ങാനായിട്ട്, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങാനായിട്ട് തല അല്പം കുനിച്ച് കൈകൾ കൂപ്പി ബ്ലെസ്സിങ് നേടാം ഈ നിമിഷം. താങ്ക് യു സോ മച്ച് ഗോഡ്, താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, താങ്ക് യു സോ മച്ച് മൂൺ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. വളരെ സാവധാനം കൈകൾ രണ്ടും ഉരസി കണ്ണുകളിൽ വെച്ച് വേണ്ടുവോളം സമയമെടുത്ത് കണ്ണുകൾ ചിമ്മി ചിമ്മി തുറക്കാവുന്നതാണ്. ഹായ് ബ്യൂട്ടിഫുൾ സോൾസ്. സോ നിങ്ങളെല്ലാവരും ഫുൾ മൂൺ മെഡിറ്റേഷൻ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ എങ്ങനെയായിരുന്നു, എന്ത് ഫീലായിരുന്നു എന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഇന്ന് നിങ്ങളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്തു, നാളെ ചെയ്യണം, മറ്റന്നാളും ചെയ്യണം. 3 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴാണോ ചെയ്യാൻ സമയം കിട്ടുന്നത് അപ്പോൾ ചെയ്യാം, നോ പ്രോബ്ലം. സോ എല്ലാവർക്കും നല്ല ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. ദൈവം എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ, ടേക്ക് കെയർ.